ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. പതിവ് പോലെ നമുക്ക് ദൈവവചനം കേൾക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടുത്ത ഒരു തട്ടിലേക്ക് കയറാൻ, ദൈവവചനം എന്തു പറയുന്നു എന്ന് നമുക്ക് ആധികാരികമായി പഠിക്കാൻ, ധ്യാനിക്കാൻ, ഓർക്കാൻ, അനുഭവിക്കാൻ, ചിന്തിക്കാൻ കർത്താവ് തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. തിരുവചനം തന്ന ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കണമെന്നാണ്. മോശെ പ്രവാചകൻ്റെ കരങ്ങളിലേക്ക് കൽപ്പലകയിൽ എഴുതിയ നിയമങ്ങൾ പിതാവ് കൊടുക്കുമ്പോൾ, യഹോവ കൊടുക്കുമ്പോൾ, ദൈവം ആഗ്രഹിച്ചത് ഇത് മുഴുവനും അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു നിയമമായി അവർ ഉൾക്കൊള്ളണമെന്നോ അങ്ങനെ തന്നെ അതനുസരിക്കണമെന്നോ അല്ല. പിതാവ് ആഗ്രഹിച്ചു, ഞാൻ എന്തിനീ നിയമം കൊടുത്തു, ഞാൻ എന്തുദ്ദേശത്തോടെ ഈ നിയമം അവരുടെ ലീഡറായ മോശയെ ഞാൻ ഏൽപ്പിച്ചു, ഞാൻ എന്തുകൊണ്ട് ഈ നിയമങ്ങൾ അവർക്ക് കൊടുത്തു, ഈ നിയമങ്ങൾ അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് ജനം അറിയണം എന്ന് പിതാവ് ആഗ്രഹിച്ചു, ഇച്ഛിച്ചു. എന്നാൽ പലപ്പോഴും ജനം അത് ചിന്തിച്ചില്ല, പലപ്പോഴും ജനം അതിനെ ആ ഒരു രീതിയിലല്ല കണ്ടത്. എന്നാൽ പലപ്പോഴും മോശ അത് മനസ്സിലാക്കിയിരുന്നു. പിതാവ് യാഹുവേ എന്തുദ്ദേശത്തോടു കൂടെയാണത് തയ്യാറാക്കിയത്, ഇസ്രായേൽ ജനത്തിൻ്റെ എന്ത് കണ്ടിട്ട്, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്ന് നമ്മൾ ഈ തിരുവെഴുത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ചുള്ളൊരു എക്സ്പെക്റ്റേഷൻ, നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉള്ളതുപോലെ നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വളരാൻ നമ്മൾ ദൈവത്തിൻ്റെ ഉള്ളം അറിയണം. ദൈവത്തിൻ്റെ ഉള്ളത്തെ ഒരു മനുഷ്യൻ അറിയാൻ വേണ്ടി ദൈവം തന്നെ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയമാണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിളിൽ നിന്ന് ഇന്ന് നാം കേൾക്കാൻ പോകുന്ന സന്ദേശത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ദൈവം നമ്മെ ബലപ്പെടുത്തും, ദൈവം നമ്മെ പഠിപ്പിക്കും. നിങ്ങളിൽ എത്ര ദൈവമക്കൾക്ക് ആ വിശ്വാസമുണ്ട്? കർത്താവ് എന്നെ പഠിപ്പിക്കും. കർത്താവിങ്കിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നട്ടവനും നനച്ചവനും ഏവനുമില്ല, വളരുമാറാക്കുന്നത് ദൈവമാകുന്നു എന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ കാരണം ബൈബിൾ വായിച്ചത് കൊണ്ട് വളരുന്നില്ല, വചനങ്ങൾ എഴുതിയത് കൊണ്ട് വളരുന്നില്ല. എന്നാൽ അതിനെ ധ്യാനിക്കുകയും അതിനെ ആഹാരമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ അവിടുത്തെ വചനം വളർത്തുന്നു. അങ്ങനെ അവിടുത്തെ വചനത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും, അവിടുത്തെ വചനത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം വളർത്തും. അങ്ങനെ ആഗ്രഹിച്ച് അതിനുവേണ്ടി ചുവട് വെക്കുന്ന വ്യക്തിക്ക് നേരെ വളർത്തത്തില്ലെന്നും നിർത്തത്തില്ലെന്നും പറയുന്ന ശബ്ദങ്ങളെ ദൈവം തകർക്കും. അതുകൊണ്ട് ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മൾ മൊർദെഖായിയെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. മൊർദെഖായിയെക്കുറിച്ച് നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. മൊർദെഖായിയെക്കുറിച്ചൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ മുതൽ സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് വളരെ കുറച്ചു മാത്രം മൊർദെഖായിയെക്കുറിച്ച് ചിന്തിക്കാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് കൂടി വന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചൊല്ലുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് എസ്തേറിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം
8-ാമത്തെ വാക്യം. ആദ്യം ആരാണ് മൊർദെഖായി എന്ന് നമുക്കൊന്ന് നോക്കാം. എസ്തേറിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഹല്ലേലൂയ. രാജാവിൻ്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിലെ അന്തപുരപാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. ആ യുവതിയെ അവന് ബോധിച്ചു. ഈ ശൂഷൻ രാജധാനി എന്ന് പറയുന്നത് ബെന്യാമീനായ കീശിൻ്റെ മകനായ ശിമയിയുടെ മകനായ യായീരിൻ്റെ മകൻ മൊർദെഖായി വേല ചെയ്യുന്ന ഇടമാണ്, സ്ഥലമാണ്. അഹശ്വേരോശ് രാജാവിൻ്റെ ഒരു കാര്യവിചാരകനായി, വിശ്വസ്ത സേവകനായി വേല അനുഷ്ഠിച്ചു വരുന്ന ഒരു മനുഷ്യനാണ് മൊർദെഖായി. മൊർദെഖായി എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയ മനുഷ്യൻ എന്നാണ്. ചെറിയ മനുഷ്യൻ. ചെറിയ മനുഷ്യനാണെങ്കിലും ദൈവത്തെ ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ഹൃദയം മൊർദെഖായിയിലുണ്ടായിരുന്നു. എന്നെ കാണുന്ന ഏതൊരു ദൈവ പൈതലും ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു സത്യം, നമ്മളെത്ര ചെറിയവനാണെങ്കിലും വളർച്ചയിൽ ചെറിയവനാണെങ്കിലും സമ്പത്തിൽ ചെറിയവനാണെങ്കിലും വിദ്യാഭ്യാസത്തിൽ ചെറിയവനാണെങ്കിലും നമ്മുടെ വലിപ്പം നമുക്ക് അൺലിമിറ്റഡായിട്ട് വളരാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം എവിടെയാണ്, ഒരവയവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഹൃദയമാണെന്ന് പറയും. ഒരിടം എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പറയും ഹൃദയമാണെന്ന് പറയും. വളർച്ചയിൽ ചെറിയവനാണെങ്കിലും സാമ്പത്തികത്തിൽ ചെറിയവനാണെങ്കിലും വിദ്യാഭ്യാസത്തിൽ ചെറിയവനാണെങ്കിലും ദൈവത്തെ ഉൾക്കൊള്ളാൻ പരിമിതികളില്ലാത്തൊരു ഹൃദയമുള്ളവൻ്റെ ജീവിതം, ആ ജീവിതത്തിന് അസാധാരണമായ പ്രൊമോഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് തെളിയിച്ചു തന്ന ഒരു വ്യക്തിയാണ് മൊർദെഖായി. ഞാൻ ഈ വചനം പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ വ്യക്തി ശൂഷൻ രാജധാനിയിൽ ഒരു സേവകനായി, ഒരു ജോലിക്കാരനായി, രാജാവിൻ്റെ വിശ്വസ്ത സേവകനായി വേല അനുഷ്ഠിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ സന്ദേശം കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ സ്ഥാനവും മാനവും ഇതേ പുസ്തകം, എസ്തേറിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോകുമ്പോൾ രാജ്യം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായി ഉയരുന്ന ഒരു പശ്ചാത്തലം നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ സന്ദേശത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും കൂടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം പരിമിതികളില്ലാത്ത ഒരു ഹൃദയമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വളർച്ചയുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഈ സന്ദേശം മുഴുവനും കേൾക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാകണമെന്നില്ല. ഈ സന്ദേശത്തിൻ്റെ ലൈവ് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്. എന്നാൽ ഈ സന്ദേശത്തിൻ്റെ കാതലായ ഭാഗം ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ പോകരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ അവസാനത്തെയും ഞാൻ ആദ്യത്തെ തന്നെ കൊണ്ടുവന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു മൊർദെഖായിയുടെ ഹൃദയം, ഒരു മൊർദെഖായിയുടെ മനസ്സ്, ഒരു മൊർദെഖായിയെ പോലെ ബുദ്ധിയുള്ള ഒരു ആരാധനയായി, വ്യക്തിയായി നിങ്ങൾ മാറുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനൊരു വളർച്ചയുണ്ട്. ഇന്ന് നിങ്ങൾ ജോലിസ്ഥലത്ത് വളരെ ചെറിയ സാലറിയിൽ വളരെ ചെറിയ ഒരു സ്ഥാനം അനുഷ്ഠിക്കുന്ന, ഒരു ജോലി അനുഷ്ഠിക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ചർച്ചിൽ വളരെ ചെറിയൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചെറിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ വളരെ ചെറിയ ഒരു സ്ഥാനമായിരിക്കാം നിങ്ങൾക്ക്. എന്നാൽ നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നിടത്ത് പിറുപിറുക്കാതെ, പരാതികൾ പറയാതെ, പഴിക്കാതെ, കുറ്റപ്പെടുത്താതെ, വലിപ്പച്ചെറുപ്പം ഭാവിക്കാതെ നിങ്ങൾ വിശ്വസ്തയോടെ അനുഷ്ഠിക്കുമെന്നുണ്ടെങ്കിൽ ഒരു മൊർദെഖായിക്കുണ്ടായ പ്രൊമോഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഇതേ അഹശ്വേരോശ് രാജാവ് തന്നെയാണ് അദ്ദേഹത്തെ
ഹാമാനേക്കാൾ വലിയൊരു അനുഭവത്തിലേക്ക് വളർത്തിയത്. ഹാമാനായിരുന്ന സ്ഥാനമാനങ്ങളെക്കാൾ വലിയൊരു അനുഭവത്തിലേക്ക് വളർത്തിയത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആത്മാവിൽ ഈ സന്ദേശം നിങ്ങളിലേക്ക് റിലീസ് ചെയ്യുകയാണ്. നിങ്ങളൊരു മൊർദെഖായിയെ പോലെ നിങ്ങൾ വിശ്വസ്തനായിരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യും. സോ വചനം പറയുന്നു, യഹൂദ പ്രവാസികളിൽ ഒരു വ്യക്തിയാണ് മൊർദെഖായി. യെരുശലേമിൽ നിന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ സെരുബാബേലിനോടുകൂടെ മടങ്ങി വന്നൊരു വ്യക്തിയാണ് മൊർദെഖായി എന്ന് പറയുന്നത്. മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളെ എടുത്തു വളർത്തുകയായിരുന്നു ചെയ്തത്. ആ മകളുടെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്, എസ്തേർ. എസ്തേർ എന്ന വ്യക്തിത്വം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വ്യക്തിത്വമാണ്. എസ്തേറിനെ പോലെ എന്നെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. എസ്തേറിനെ പോലെ മാനിക്കണം, എസ്തേറിനെ പോലെ ജ്ഞാനമുള്ളവളാക്കണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികളാണ്. എന്നാൽ എസ്തേറിനെ ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ മൊർദെഖായി എന്ന വ്യക്തി പരിശ്രമിക്കാതിരുന്നിട്ടില്ല. അപ്പനില്ലാതെ മൊർദെഖായി എസ്തേറിനെ വളർത്തി കുടിലിൽ നിന്ന് ഒരു കൊട്ടാരത്തിലേക്ക് എസ്തേറിനെ കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ അത് എസ്തേറിൻ്റെ മേൽ ഒരു കോളിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമല്ല. കോളിംഗ് ഉണ്ടായിരുന്ന എത്രയോ പേർ ദൈവത്തെ അനുസരിക്കാതെയും ദൈവത്തെ വകവെക്കാതെയും എനിക്കൊരു കോളിംഗ് ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാതെ ജീവിക്കുന്നു. എന്നാൽ മൊർദെഖായിയുടെ വളർത്ത രീതി ഇതിൻ്റെ പിന്നിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളെല്ലാം നമ്മുടെ വീട്ടിൽ ഒരു മൊർദെഖായിമാരാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടാത്ത പണിയും കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. കർത്താവ് നമുക്ക് അങ്ങനെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സോടെ അറിഞ്ഞ് ചെയ്യുന്നവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. എസ്തേറിനെ ദൈവം കണ്ടു. എസ്തേറിൻ്റെ അപ്പൻ നഷ്ടപ്പെട്ടിട്ടും മൊർദെഖായി ആ മകളെ എടുത്തു വളർത്തി എന്ന് വചനം പറയുന്നുവെങ്കിൽ വളർത്തേണ്ട പോലെ വളർത്തിയതുകൊണ്ടാണ് വളർത്തി എന്ന് പറഞ്ഞത്. 1-ാമത്തെ അധ്യായം വായിക്കാനുള്ള സമയമില്ല, വായിച്ചാൽ മതി. എസ്തേറിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ വളർത്തി എന്ന് വചനം പറയുന്നു. നമുക്കൊക്കെ മക്കളുണ്ട്. വളർത്തി എന്ന് നമുക്ക് പറയാൻ കഴിയട്ടെ. വളർത്തി എന്ന് പറയുമ്പോൾ അവർക്ക് പാല് കൊടുക്കേണ്ട സമയം പാല് കൊടുത്തു, ചോറ് കൊടുക്കേണ്ട സമയം ചോറ് കൊടുത്തു, ബിരിയാണി കൊടുക്കേണ്ട സമയം ബിരിയാണി കൊടുത്തു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം വളർത്തി എന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. മക്കൾക്ക് കൊടുക്കേണ്ട സമയം കൊടുക്കേണ്ട പോലെ കൊടുത്തു വളർത്തിയാൽ നമുക്കവരെ വളർത്തി എന്ന് പറയാനായിട്ട് കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു സന്ദേശത്തിനകത്ത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പരാമർശിച്ചിട്ടുള്ളതാണ്. എനിവേ, എൻ്റെ വിഷയത്തിൽ നിന്ന് ഞാൻ ഡിവേറ്റ് ചെയ്തു പോയാൽ ഈ സന്ദേശം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മൊർദെഖായിയെക്കുറിച്ച് വചനം പറയുന്നു വളർത്തി. മൊർദെഖായി അവൾക്ക് അതിനെക്കുറിച്ചൊന്നും ബൈബിൾ പറയുന്നില്ലെങ്കിലും അവളൊരു ദൈവവിശ്വാസിയും അനുസരണമുള്ള മകളുമായിരുന്നു. അത് കൊട്ടാരത്തിൽ താമസിച്ചതുകൊണ്ടല്ല, അത് കുടിലിൽ താമസിച്ചപ്പോഴും അവൾ കീഴ്പ്പെടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവളെ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് സ്വർഗം ഷിഫ്റ്റ് ചെയ്തത്. മൊർദെഖായി ദൈവവിശ്വാസിയായിരുന്നു, ഒരു യഹൂദനാണ്. എസ്തേറും അതെ, തൻ്റെ കുലവും ജാതിയും ഗോത്രവും ഒന്നും അറിയിക്കാതെയാണ് ഇപ്പോൾ എസ്തേറിനെ കൊട്ടാരത്തിലേക്ക് കയറാൻ ഒരു അവസരം കിട്ടിയപ്പോൾ മൊർദെഖായി സജസ്റ്റ് ചെയ്ത് കൊണ്ട് കയറ്റിയേക്കുന്നത്. കുലവും ജാതിയും ഗോത്രവും ഒന്നും അവിടെ അറിയിച്ച പ്രശ്നമാണ്. അത് മൊർദെഖായിയുടെ തന്നെ കൽപ്പനയിൽ അത് ചെയ്തു. എന്നാൽ നിങ്ങൾ നോക്കണം, രണ്ടുപേരും ദൈവത്തിന് വേണ്ടപ്പെട്ടവരായിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിന് കീഴ്പ്പെട്ടും അനുസരിച്ചും ജീവിച്ചതുകൊണ്ടാണ്. കൊട്ടാരത്തിൽ താമസിച്ചാൽ എനിക്കൊരു റോളും കുടിലിൽ താമസിക്കുമ്പോൾ വേറൊരു റോളും എന്നുള്ള രീതിയിലല്ല. കുടിലിലായിരുന്നപ്പോഴും അവർ ദൈവത്തോടു കൂടെ ആയിരുന്നത് കൊണ്ട് അവർക്ക് കൊട്ടാരത്തിലേക്ക് കയറാൻ ഒരു അവസരം സ്വർഗം കൊടുത്തു. കൊട്ടാരത്തിൽ കയറിയപ്പോൾ വന്ന വഴി മറക്കുകയല്ല, അവിടെയും അവർ ഉള്ളം കൊണ്ട് ദൈവത്തോടു കൂടെ ആയിരുന്നത് കൊണ്ടും അവർ അനീതി ഒന്നും തന്നെ പ്രവർത്തിക്കാത്തത് കൊണ്ടും അവിടെയും അവരെ കരുതാൻ ദൈവത്തിൻ്റെ അദൃശ്യകരമുണ്ടായിരുന്നു.
പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ നാട്ടിൽ നിന്നായിരിക്കാം, വിദേശത്ത് നിന്നായിരിക്കാം, വീട്ടിൽ നിന്നായിരിക്കാം, വിദേശ രാജ്യങ്ങളിൽ നിന്നായിരിക്കാം. എന്നെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെ ആയിരുന്നാലും ദൈവം നിങ്ങളെ അയച്ച ഇടത്ത് നിങ്ങളെ കരുതുകയും നിങ്ങളെ മറയ്ക്കുകയും അണയ്ക്കുകയും ചെയ്യുന്ന ഒരദൃശ്യക്കാരം ഉണ്ട് എന്ന് നിങ്ങളെല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. യഹൂദ പ്രവാസികളിൽ ഒരു വ്യക്തിയാകുന്ന മൊർദെഖായി വിശുദ്ധ ബൈബിൾ 2-ാമത്തെ അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വചനം പറയുന്നു, മൊർദെഖായി വിശ്വസ്ത സേവകനായിരുന്നു. ദൈവത്തിൻ്റെ മൊർദെഖായിമാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഏതൊരു വ്യക്തിയിൽ നിന്നും ഇൻക്ലൂഡിങ് മീ, എന്നിൽ നിന്നുൾപ്പെടെ ദൈവം ആഗ്രഹിക്കുന്നത് തീപ്പൊരി പ്രസംഗം മാത്രമല്ല, എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ടീച്ചിങ് മാത്രമല്ല, എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു അനോയിന്റിങ് റിലീസാകുന്ന ഒരു തല ഉണ്ടാകണമെന്ന് മാത്രമല്ല, എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പ്രവാചകനാകണമെന്ന് മാത്രമല്ല. ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിലുപരിയായി കർത്താവ് എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത. മൊർദെഖായി അഹശ്വേരോശ് രാജാവിന് വിശ്വസ്ത സേവകനായിരുന്നു. ദൈവത്തിന് വിശ്വസ്തനായിരിക്കുന്ന ഒരു വ്യക്തി എല്ലാവർക്കും വിശ്വസ്തനായിരിക്കട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരിക്കുന്ന വ്യക്തി എല്ലാവർക്കും വിശ്വസ്തനായിരിക്കും. ആർക്കും വിശ്വസ്തനല്ലാത്തൊരു വ്യക്തി ദൈവത്തിന് വിശ്വസ്തനായിരിക്കുകയില്ല. മനുഷ്യരോട് വ്യാജം സംസാരിക്കുകയും മനുഷ്യരുടെ മുമ്പിൽ ഇരുമുഖം കാണിക്കുകയും ദൈവത്തിന്റെ മുമ്പിൽ അവൻ ഒരിക്കലും ഒരു മുഖം കാണിക്കാൻ കഴിയുകയും ചെയ്യത്തില്ല. അവൻ ദൈവത്തിന്റെ മുമ്പിലും ഇരുമുഖവും 3 മുഖവും 4 മുഖവും ചതുർമുഖവും ഒക്കെ കാണിക്കും. എന്നാൽ വചനം മൊർദെഖായിയെ കുറിച്ച് പറയുന്നു, വിശ്വസ്ത സേവകൻ. എനിക്ക് തോന്നുന്നില്ല മൊർദെഖായിക്ക് കൊടുക്കുന്ന സാലറി അനുസരിച്ചാണ് മൊർദെഖായി രാജാവിനെ സേവിച്ചതെന്ന്. തന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടുകൂടെ നിന്നു. ഒരാമയം പറയാമോ? നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടുകൂടെ നിന്നാൽ ഒരു മൊർദെഖായിയെ ദൈവം സ്ഥാനാരോഹണം നൽകി ഉയർത്തിയതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്തും. ഞാൻ തിരുവെഴുത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചപ്പോൾ അനുഗ്രഹിക്കപ്പെടാൻ ഒരുപാട് വഴികളുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ വഴികളും വന്നു നിൽക്കുന്ന ഒരിടത്താണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. എന്നാൽ അതിനകത്ത് ഞാൻ കണ്ട ഒരു കോറായിട്ടുള്ളൊരു ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസ്തത തന്നെയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലെ വിശ്വസ്തത തന്നെയാണ് ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്നതിൻ്റെയും ഉയർത്തുന്നതിൻ്റെയും അനുഗ്രഹിക്കുന്നതിൻ്റെയൊക്കെ കാരണം. അപ്പോൾ ഇന്നത്തെ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, വിശ്വസ്ത സേവകനായിരുന്നു മൊർദെഖായി. ആർക്കാ? രാജാവിന്. മൂന്നാമത്തെ ഭാഗം പറയുന്നു, 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്തു വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് സമയമില്ല. സമയമുണ്ടോ? ഇല്ല. മൊർദെഖായി അറിഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാമാൻ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ, ഹാമാനും മൊർദെഖായിയും എസ്തേറും യഹൂദന്മാരാണ് എന്നറിഞ്ഞപ്പോൾ മൊർദെഖായിയോടുള്ള വാശിയെ പ്രതി, പകയെ പ്രതി മൊർദെഖായിയെ ചെറിയ രീതിയിൽ വേദനിപ്പിച്ചാൽ പോരാ, മൊർദെഖായി എന്ന് പറയുന്ന ഒരു കീഴുദ്യോഗസ്ഥനെ എന്തെങ്കിലും ചെയ്യുന്നത് എന്നെപ്പോലൊരു മേലുദ്യോഗസ്ഥന് പുച്ഛമാണ് എന്ന് കണ്ട് മൊർദെഖായിയെ അതിനേക്കാൾ തീവ്രമായ ഒരു വേദന അവന് കൊടുക്കണമെന്നുള്ള പക ഹാമാന്റെ ഉള്ളത്തിൽ കിടന്നതുകൊണ്ട് ചെയ്ത ഒരു വേലയാകുന്നു. രാജാവിനെ കൊണ്ട് വിരോധമായി ഒരു രേഖ എഴുതിപ്പിച്ചു. കാരണം ഇതാണ്, ഹാമാനെ വണങ്ങിയില്ല. ദൈവ പൈതലേ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വണങ്ങുന്നത് കൊണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ തല കുനിച്ച് വണങ്ങുന്നത് കൊണ്ട് നിങ്ങളെന്ന വ്യക്തിയെ മറ്റു പലരുടെയും പല ഹാമാന്റെയും മുമ്പിൽ തല കുനിപ്പിച്ചേ മതിയാകുള്ളൂ എന്ന് വാദിക്കുന്ന ചില ശബ്ദങ്ങളുണ്ടാകും. നിങ്ങൾ തല കുനിച്ചില്ല എന്ന്
ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില ഹാമാന്യ ശക്തികളും ഉണ്ടാകും, ജൂനിയർ ഹാമാൻസ്. ഇവിടെ ഹാമാന് പ്രശ്നം ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹാമാന്റെ സേവകർ ചെന്ന് ഹാമാനോട് പറഞ്ഞു, എല്ലാവരും നിന്നെ കാണുമ്പോൾ തലകുനിക്കുന്നു, വണങ്ങുന്നു. പക്ഷേ എന്തുകൊണ്ട് ആ വാതിൽപ്പടിക്കൽ നിൽക്കുന്ന മൊർദെഖായി മാത്രം നിന്നെ കാണുമ്പോൾ തലകുനിക്കുന്നില്ല? ഈ പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ചു കൊടുക്കാൻ അതിന് ബിരുദമെടുത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ടല്ലോ. ഈ കാര്യം ഞാനൊരു പ്രശ്നമേ ആക്കുന്നില്ല എന്ന് ചിന്തിച്ചിരുന്നാലും ആ പ്രശ്നത്തെ മുന്നിൽ കൊണ്ടുവന്ന് ഊതി വീർപ്പിച്ച് വലുതാക്കി അതൊരു പ്രശ്നമാക്കി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബിരുദാനന്തര ബിരുദവും എടുത്ത ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അതുപോലെ ചിലർ ഹാമാന്റെ കൂടെ ഉണ്ടായിരുന്നു. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നിന്റെ തല കുനിയാൻ പാടില്ലാത്തടത്ത് കുനിക്കുക, നിന്റെ നാവ് സംസാരിക്കാൻ പാടില്ലാത്തടത്ത് സംസാരിക്കുക, നിങ്ങളുടെ ശിരസ് കുനിയാൻ പാടില്ലാത്തടത്ത് കുനിയുക. പക്ഷേ എന്തോ അഹങ്കാരമെന്ന് മൊർദെഖായിയെ നോക്കി നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം മൊർദെഖായിയെ ദൈവം കുറ്റം വിധിക്കുന്നില്ല. ദൈവം കുറ്റം വിധിക്കാത്ത ഒരു വ്യക്തിയെ മനുഷ്യൻ കുറ്റം വിധിക്കുന്നത് സൂക്ഷിച്ചു വേണം. ദൈവം തെറ്റുകാരനെന്ന് പറയാത്ത ഒരു വ്യക്തിയെ മനുഷ്യൻ തെറ്റുകാരനെന്ന് ചൂണ്ടുന്നത് സൂക്ഷിച്ചു വേണം. ദൈവം ഒരുവനിൽ കാണാത്ത തെറ്റ് ഞാൻ അവനിൽ കാണുന്നു, അവൻ അങ്ങനെ ഒരു ഇതുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് സൂക്ഷിച്ചു വേണം. കാരണം ദൈവം അത് കണ്ടിട്ടില്ല, ദൈവം അത് വിധിച്ചിട്ടില്ലെങ്കിൽ പറയുന്ന ഞാനൊരു പാപിയാണ്. ഹല്ലേലൂയ. മൊർദെഖായി ഹാമാന്റെ മുമ്പിൽ തല കുനിക്കാൻ തയ്യാറല്ലായിരുന്നു. ഓ ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ ഇതിനകത്ത് ചിലരെ നോക്കി പറയുന്നു, നിങ്ങൾ തല കുനിയരുത് എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ചില ഹാമാന്യ ശക്തികളുടെ മുമ്പിൽ നിങ്ങളുടെ തല കുനിച്ചേ അടങ്ങത്തുള്ളൂ എന്ന് വാദം നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആ മേഖലയ്ക്കൊരു വിടുതല. നിങ്ങൾ ശത്രുവിന്റെ വാക്കനുസരിക്കത്തില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുമ്പോഴും ചില രേഖയെ പ്രതി നിന്നെ കരയിക്കുമെന്ന് ചില ഹാമാന്യ ശക്തികൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ മേഖലയ്ക്ക് വിടുതല. ഓ ഹല്ലേലൂയ. മൊർദെഖായി ഹാമാന്റെ മുമ്പിൽ തലകുനിക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ എന്ത് ചെയ്തു? 12-ാമത്തെ അധ്യായം മുതൽ 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചു നോക്കിയേ. അങ്ങനെ 1-ാം മാസം 13-ാം തീയതി രാജാവിന്റെ രായസക്കാരെ വിളിച്ചു. ഹാമാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിന്റെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജനത്തിന് അവരുടെ ഭാഷയിലും എഴുതി അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ അതെഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്ത് അയച്ചു. നിങ്ങൾ നോക്കണം, ഒന്ന് കൊന്നുകളയുക, വസ്തു കൈവശമാക്കുക. ആ മുദ്ര മോതിരം കൊണ്ടിട്ടിരിക്കുന്ന ആ ഒപ്പിനകത്ത്, ആ മുദ്രയ്ക്കകത്ത് ഇതെല്ലാം പറയുന്നുണ്ട്. എന്താ അത്? വസ്തു കൈവശമാക്കുക, ദൈവ മക്കളുടെ വസ്തു കൈവശമാക്കുക, ദൈവജനത്തിന്റെ വസ്തു കൈവശമാക്കുക. എന്നിട്ടോ അതിന്റെ അവകാശികളെ അനന്തരാവകാശികൾ ഇല്ലാത്ത രീതിയിൽ തലമുറകളെ സഹിതം കൊന്നുകളക. എന്നെ കർത്താവ് എവിടെയൊക്കെയോ കൊണ്ടുപോവാണ്. ഒരുപക്ഷെ ഈ ദൂത് നിന്റെ മണ്ണിലേക്കായിരിക്കും വന്ന് വീഴുന്നത്. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതെ, ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ഭവനത്തിനകത്തു പോലും ഈ വിടുതൽ ഇന്ന് നടക്കും. ഞാനത് റിസീവ് ചെയ്യുകയാണ്. ഞാനത് ഡിക്ലെയർ ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദൂത് പറയുന്ന ഇടത്തും കേൾക്കുന്ന ഇടത്തും അതുപോലെ സംഭവിക്കും. ആമേൻ. ദുഷ്ടന്റെ മോതിരം കൊണ്ട്, ശത്രുവിന്റെ മോതിരം കൊണ്ട് മുദ്രയിട്ട എഴുത്തിനകത്ത് പറയുന്നു, സ്ത്രീകളെ കൊല്ലണം, ആ വസ്തുവിന്റെ അനന്തരാവകാശികളെ കൊല്ലണം,
അവർ താമസിച്ച വസ്തുവകയൊക്കെയും കൊള്ളയിടണം. അങ്ങനൊരു ഹാമാന്യ രേഖ ഇന്ന് താങ്കളുടെ കുടുംബത്തിന് നേരെ എഴുതിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വസ്തുവകകൾക്കകത്ത് ആ മുദ്രയുടെ അവകാശം ചലിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞു കുട്ടികളുടെ മേൽ ആ ശത്രുവിന്റെ അവകാശം ചലിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീജനത്തിന്റെ മേൽ ആ അവകാശം ചലിക്കുന്നുണ്ടെങ്കിൽ, ആ ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ഈ സന്ദേശം പറയുന്ന സമയം ആ ബന്ധനവും മുദ്രയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. In the name of Jesus. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ കാര്യമാണ്. ആമേൻ. ഇതൊരു വലിയ കാര്യമാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, വസ്തുവക കൊള്ളയിടണം. ഹാമാൻ ഇയാൾക്ക് ആ മൊർദെഖായിയെ മാത്രം അങ്ങ് നശിപ്പിച്ചാ പോരെ? ഇല്ലെങ്കിൽ എസ്തേറിനെ കുറിച്ച് അങ്ങ് പറഞ്ഞ അതങ്ങ് തീർത്താ പോരെ? പോരാ. ഇവനും ഈ മൊർദെഖായിയും എസ്തേറും ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആ ജാതിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ആ ജാതിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇതൊരു സാത്താനീയമായ വ്യാപാരമാണ്. ഇതൊരു സാത്താനീയമായ ശബ്ദമാണ്. ഇതൊരു സാത്താനീയമാകുന്ന ഐഡിയയാണ്. അതിനുവേണ്ടി അവകാശമുള്ള ഒരു രേഖ ഉണ്ടാക്കുന്നു. ഓ മൈറ്റി ജീസസ്. അവകാശമുള്ള രേഖ ഉണ്ടാക്കുന്നു. പണ്ട് ഹാമാൻ പറഞ്ഞുകൊണ്ടിരുന്ന മൊർദെഖായി ആയിരിക്കാം ഇപ്പൊ പുള്ളിക്കാരന്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി ഇപ്പൊ ഇച്ചിരി മാറി നിൽക്കുക. ഇപ്പൊ ഹാമാനെ കാണുമ്പോ മൊർദെഖായി റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടും വണങ്ങാത്തത് കൊണ്ടും ഹായ് പറയാത്തത് കൊണ്ടും അദ്ദേഹത്തോട് പക. ഒരു പക ഏതറ്റം വരെ കൊണ്ടുപോകുമെന്ന് നിങ്ങൾ കണ്ടു. വസ്തുവകകളെ കൊള്ളയിടുന്ന രീതിയിലേക്ക് ഹാമാന്റെ ചിന്തയെ കൊണ്ടുപോയി. തീർന്നില്ല. എന്നിട്ടോ ഇതെല്ലാം കൊള്ളയിട്ടതിന് ശേഷം തൂക്കിക്കൊല്ലാൻ തക്കവണ്ണം കഴുമരവും ഉണ്ടാക്കുവാൻ ഹാമാൻ നിർദ്ദേശം കൊടുത്തു. കഴുമരവും. ഞാനൊരു ദൂത് പറയട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന താങ്കൾക്ക് വിരോധമായി എഴുതിയ രേഖകൾ, നമുക്ക് വിരോധമായി എഴുതിയ രേഖകൾ, അഞ്ചൽക്കാർ മുഖാന്തരം എഴുതിച്ച രേഖകൾ, ഇന്ന് ഞാൻ ഈ സന്ദേശം പറയുന്ന ഈ സമയം യേശുവിന്റെ നാമത്തിൽ അത് വേരോടെ ക്യാൻസൽ ചെയ്യുകയാണ്. Holy name. Hallelujah. എന്തുകൊണ്ടാണ് മൊർദെഖായി വസ്ത്രം കീറി ചാരം വാരി തലയിലൂടെയിട്ട് നിലവിളിച്ചത്? ദൈവസന്നിധിയിൽ നിന്ന് ഒരു ഉത്തരം വരണം. എന്തിനാണ് സഹോദരങ്ങളെ മൊർദെഖായി ഇങ്ങനെ ഒരു നിലവിളി നടത്തിയത്? എന്തൊക്കെ വിടുതലിന് വേണ്ടിയിട്ടാണ്? എസ്തേർ വിടുവിക്കപ്പെടണം, തൻ്റെ സഹോദര വർഗങ്ങൾ വിടുവിക്കപ്പെടണം, തൻ്റെ ജാതി വിടുവിക്കപ്പെടണം, അവരുടെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടണം, അവർ പാർക്കുന്ന മണ്ണും ഭൂമിയും നഷ്ടപ്പെട്ട് ശത്രുവിൻ്റെ രാജ്യത്തിലോട്ടായി പോകരുത്, ദുഷ്ടന്റെ പിടിയിലായി പോകരുത്. ഇന്ന് നിങ്ങളുടെ വസ്തുവക വീണ്ടെടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒരു ജപ്തി നടപടി ക്യാൻസൽ ആകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളുടെ തലമുറകളൊക്കെ ആ മണ്ണിൽ സന്തോഷത്തോടും സ്വർഗതുല്യമായി ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവം നിങ്ങൾക്ക് തന്ന അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? കർത്താവേ, ശത്രു ഞങ്ങൾക്ക് വിരോധമായി ചമച്ച രേഖകൾ അത് നിർവീര്യമായി പോകണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളുടെ നീതിയെ അനീതി എന്ന് പറഞ്ഞ് വാദിക്കുന്ന വാദങ്ങൾ ജയം കാണരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? സുഹൃത്തെ, ഒരു മൊർദെഖായിയെ പോലെ ദൈവസന്നിധിയിൽ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന ഒരു ഭക്തന്റെ കാര്യത്തിൽ എൻ്റെ ദൈവം ദീർഘക്ഷമയുള്ളവനാണെങ്കിലും അവനെ പ്രതിക്രിയ നടത്തി രക്ഷിക്കാതിരിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ
നിങ്ങൾക്കൊരു നീക്കുപോക്കുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ താങ്കൾക്കൊരു നീക്കുപോക്കുണ്ട്. ഹോ ഹല്ലേലൂയ, ആമേൻ. മൊർദെഖായി വസ്ത്രം കീറി തലയിലൂടെ വെണ്ണീർ വാരിയിട്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ചു. ആറാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, അല്ല, 4-ാമത്തെ അധ്യായം 7ഉം 8ഉം വാക്യങ്ങളും കൂടെ ഒന്ന് വായിച്ച. മൊർദെഖായി തനിക്ക് സംഭവിച്ചതൊക്കെയും യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദ്രവ്യസംഖ്യയും അവനോട് അറിയിച്ചു. അവരെ നശിപ്പിക്കേണ്ടതിന് ശൂഷനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിന്റെ പകർപ്പ് അവന്റെ കയ്യിൽ കൊടുത്ത. ഇത് എസ്തേറിനെ കാണിച്ച് വിവരമറിയിപ്പാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തന്റെ ജനത്തിനു വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു. സ്വന്തം ജനത്തിനു വേണ്ടി താൻ വളർത്തിയ മകളോട് പ്രവർത്തിക്കണം എന്ന് ആജ്ഞാപിച്ച ഒരു പിതൃതുല്യനായ ഒരു മനുഷ്യൻ. നമ്മുടെ മക്കളെ നമ്മൾ നല്ല സമയത്ത് നല്ലത് പ്രവർത്തിക്കാൻ ഉത്സാഹിപ്പിക്കണം. നീ എന്തൊക്കെയാണെങ്കിലും നീ രാജസന്നിധി സുഖമായിട്ട് ജീവിക്കില്ല, എന്തായാലും നീ ഹാപ്പി ആണല്ലോ, നീ സെറ്റിലായല്ലോ, പിന്നെ നമ്മുടെ ജനം പോയാൽ, ആ ഒരു മനോഭാവത്തിൽ വേണമെങ്കിൽ മൊർദെഖായിക്ക് ജീവിക്കാം. എന്നാൽ അദ്ദേഹത്തിന്റെ തലയും കൂടെ പോകുന്ന കാര്യമാണ് താനും. എന്നാൽ ഉണർത്തിക്കേണ്ട സമയത്ത് ഉണർത്തിക്കേണ്ട പോലെ, പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കേണ്ട പോലെ, എഴുന്നേൽപ്പിക്കേണ്ട സമയത്ത് എഴുന്നേൽക്കാൻ പറഞ്ഞ ഒരു പിതൃതുല്യനായ ഒരു മനുഷ്യനാണ് മൊർദെഖായി. പണ്ടൊരു പഴമൊഴിയുണ്ട്. എന്താ പറയാ, കതിരിന്മേൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലാന്ന്. കതിരിന്മേൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലാന്ന്. വള ഇടേണ്ട സമയത്ത് ചുവട്ടിലിടണം. തീർപ്പും കൽപ്പിച്ച് പടയും കൊന്നൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടതിന് ശേഷം വല്ലതും നടക്കുമെന്ന് മക്കളെ വിളിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല. മക്കളെ ഉണർത്തിക്കേണ്ട സമയത്ത് ഉണർത്തിക്കണം. മക്കൾക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ട സമയം കൊടുക്കണം. ഹല്ലേലൂയ. മക്കളോട് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കതിരിമേ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. മക്കളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം. മക്കളെ എവിടെ ചെന്നാലും ജീവിക്കാൻ കഴിയേണ്ടതിന് വീട്ടിൽ അഭ്യസിപ്പിക്കേണ്ട സമയത്ത് അഭ്യസിപ്പിക്കണം. പ്രൈസ് ടു ജീസസ്. മക്കളെ നമ്മളൊക്കെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം, സന്തോഷിക്കേണ്ട സമയത്ത് അവരെ സന്തോഷിക്കാൻ വിടണം, പഠിപ്പിക്കേണ്ട സമയത്ത് അവരെ പഠിപ്പിക്കണം. എല്ലാ ശീലങ്ങളും, എല്ലാ നല്ല ശീലങ്ങളും, കേവലം ABCD പഠിപ്പിക്കുന്ന കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. MAയും MBBSും BAയും BBBSും IASും പഠിപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാത്ത കാര്യങ്ങളും പഠിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നത്തേതിൽ ദുഃഖിക്കേണ്ടി വരും. പ്രൈസ് ടു ജീസസ്. മൊർദെഖായി കൊടുക്കേണ്ടവൻ വഴി കൊടുത്തുവിട്ട് എസ്തേർ എന്ന് പറയുന്ന തൻ്റെ മകളോട് താൻ പറയുകയാണ്, മോളെ, നമ്മുടെ ജനം നശിച്ചു പോകുന്നു. ഒരു ആത്മഭാരം ഉണ്ടാകട്ടെ സഭയെ, ഒരാത്മഭാരം ഉണ്ടാകട്ടെ. എനിക്കും എൻ്റെ 2 മക്കൾക്കും, എനിക്കും എൻ്റെ 4 മക്കൾക്കും, എനിക്കും എൻ്റെ കുടുംബത്തിന് എന്നുള്ള ആ ഒരു അതിർത്തിക്കകത്ത് നിന്ന് ദയവായി പൊട്ടിപ്പുറത്ത് വരിക. ഒരാത്മഭാരം ഉണ്ടാകട്ടെ. ദേശത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച് ആത്മഭാരം നമുക്കുണ്ടാകട്ടെ. സഹശുശ്രൂഷകന്മാരെ കുറിച്ച് ഒരു ആത്മഭാരം ഉണ്ടാകട്ടെ. ദൈവവേല വിശ്വസ്തയോടെ ചെയ്യുന്നവരെ കുറിച്ച് ഒരു ആത്മഭാരം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരാത്മഭാരം മൊർദെഖായിയുടെ ഹൃദയത്തിനകത്തുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ആത്മഭാരം ഉണ്ടെങ്കിൽ നീ നശിച്ചു പോകത്തില്ല കേട്ടോ, നീ വളരും, അനുഗ്രഹിക്കപ്പെടും. ഒരാത്മഭാരം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെയുള്ള എല്ലാ ദേശാധിപതിയും ഭൂതവും കൂടെ എൻ്റെ തലമേൽ വന്നിരിക്കുന്ന പോകാൻ പറ. വേണ്ടാത്ത അന്ധവിശ്വാസങ്ങൾ. അങ്ങനെ ഭൂതങ്ങൾക്ക്
വാനം വെട്ടി അടിസ്ഥാനമിട്ട് വീട് പണിത് പാർക്കാനുള്ള തലയല്ല എൻ്റെതെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ പാസ്റ്ററെ, ആ ഭൂതം എല്ലാം കൂടെ എൻ്റെ തലയിൽ കയറി. എൻ്റെ കർത്താവേ, നിങ്ങൾ വാനം വെട്ടി ഇട്ട് കൊടുത്തോ നിങ്ങളുടെ തലയിൽ ഭൂതം വന്ന് കയറി വീട് വെച്ച് താമസിക്കാൻ? അപ്പൊ അവകാശമുള്ളത് കൊണ്ടായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. മൊർദെഖായി പറഞ്ഞു, മോളെ, നമ്മൾ മൗനമായിരിക്കേണ്ട സമയമല്ല, നമ്മൾ വാ തുറക്കേണ്ട സമയമാണ്. നമ്മുടെ വീട്ടിൽ മൗനമായിട്ടിരിക്കേണ്ട സമയമുണ്ട്, വായ തുറക്കേണ്ട സമയമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമുണ്ട്, നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. മനുഷ്യനാണോ? ഉണ്ടാവും. മൂക്കിൽ ശ്വാസം ഉണ്ടോ? ഉണ്ടാവും. നമുക്കൊരു ദിവസം സന്തോഷമായിരിക്കുമോ, മറ്റൊരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ വരും. അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടേ? ദൈവം എന്നെ കൈവിട്ടോ എന്ന് ചിന്തിക്കുമല്ല. നമ്മൾ എന്തോ അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നൊരു വെളിപ്പാടിലേക്ക് കയറുക. ഇവിടെ ദൈവത്തെ കുറ്റപ്പെടുത്തി നമുക്ക് ഇവിടെ ദൈവത്തിന്റെ മാർക്ക് കുറയ്ക്കാനും ആ ഒരു മാർക്ക് എടുത്ത് നമ്മുടെ തലയ്ക്കകത്ത് കയറ്റാനും നമുക്ക് പറ്റത്തില്ല. നമ്മളെക്കുറിച്ച് ദൈവം എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറയാൻ എനിക്ക് പറ്റും. മൊർദെഖായി പറഞ്ഞു, മോളെ, ഇനി നീ മൗനമായിട്ടിരിക്കരുത്. ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നിന്റെ വളർത്തച്ഛനാകുന്ന എനിക്ക് പറ്റത്തില്ല മോളെ, നിനക്കേ ചെയ്യാൻ പറ്റൂ. നമ്മുടെ തലമുറകളിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്തു കാണണമെങ്കിൽ അവരെ ശരിയായ സമയത്ത് ഉണർത്തുക, അവരെ ശരിയായ ദിശയിൽ നയിക്കുക, അവർ ലക്ഷ്യബോധമുള്ളവരാക്കുക. ഹല്ലേലൂയ, ലക്ഷ്യബോധമുള്ളവരാക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. 6-ാമത്തെ വാക്യം, 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം കൂടെ നിങ്ങളൊന്ന് നോക്കി. 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. താൻ ചെയ്യേണ്ടതെല്ലാം പ്രാർത്ഥിച്ച് താൻ ചെയ്യിച്ചപ്പോൾ, 12-ാമത്തെ വാക്യം, മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ മടങ്ങി വന്നു. ഹാമാനോ ദുഃഖിതനായി തല മൂടിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി. തനിക്ക് സംഭവിച്ചതൊക്കെ ഹാമാൻ ഭാര്യയായ സേരെഷിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരെഷും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല. നീ അവനെ ജയിക്കയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. അവർ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ ഷണ്ഡന്മാർ വന്ന് എസ്തേർ ഒരുക്കിയ വിരുന്നിന് ഹാമാനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. താഴേക്ക് ഞാൻ വായിക്കുന്നില്ല, പക്ഷെ ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. ഇത് നേരത്തെ പറഞ്ഞ ഭാര്യ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സേരശ് നേരത്തെ ഇതിനെല്ലാം അങ്ങോട്ട് വളം വെച്ചു കൊടുത്തൊരു സ്ത്രീയാണ്. വിദ്വാൻമാരെല്ലാം ഭയങ്കര വിദ്യ കൊണ്ടുവന്ന് അമനെ നമുക്ക് അങ്ങനെ ആക്കിക്കളയാം ഇങ്ങനെ ആക്കിക്കളയാം എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് കയറ്റിക്കൊടുത്ത വ്യക്തിയാണ്. പക്ഷെ കാര്യം നടന്നതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ തലയ്ക്ക് ചൂട് പിടിച്ചു. ഇവർക്ക് കാര്യം ബോധ്യമായി. എൻ്റെ പൊന്ന് ഹാമാനച്ചച്ച, നമ്മൾ വിചാരിച്ച പോലെയൊന്നും കാര്യം നടക്കത്തില്ല. ആ മനുഷ്യൻ ദൈവമുള്ള ജാതിയാ. ആ മനുഷ്യൻ പണക്കാരനാണെന്നല്ല പറഞ്ഞത്, ആ മനുഷ്യൻ IAS കാരനാണെന്നല്ല പറഞ്ഞത്, ആ മനുഷ്യന് കുറച്ച് പൊളിറ്റിക്കൽ ഹോൾഡ് ഉണ്ടെന്നല്ല പറഞ്ഞത്, ആ മനുഷ്യന് ഭയങ്കര വാക്ചാതുര്യം ഉണ്ടെന്നല്ല പറഞ്ഞത്, ആ മനുഷ്യൻ്റെ ആയുധം ഉണ്ടെന്നല്ല പറഞ്ഞത്. അത് ദൈവമുള്ള ജാതിയാ. ദൈവമുള്ള ജാതിയാണോ നമ്മൾ തോറ്റു പോകേയുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ദൈവമുള്ള ജാതിക്ക് നേരെ നിൽക്കുന്ന ചില കുടുംബങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവമുള്ള ജാതിക്ക് നേരെ നിൽക്കുന്ന ചില വ്യക്തികൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവമുള്ള താങ്കൾക്ക് നേരെ, ദൈവമുള്ള നമുക്ക് നേരെ നിൽക്കുന്ന ചില വ്യക്തികളുടെ ഭാവിയെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ തോറ്റുപോകേയുള്ളൂ. അവന്റെ വെല്ലുവിളി തകർന്നു പോകേയുള്ളൂ. അവന്റെ ഉപായം നശിച്ചു പോകേയുള്ളൂ. അവന്റെ ഗൂഢാലോചന തകർന്നു പോകേയുള്ളൂ. In the name of Jesus. തോറ്റുപോകേയുള്ളൂ, തോറ്റുപോകേയുള്ളൂ ശത്രു. മറ്റൊരു കാര്യം, മൊർദെഖായി തല കുനിക്കാത്തതാണല്ലോ പ്രശ്നത്തിന്റെ എല്ലാം കാരണം. മൊർദെഖായി അദ്ദേഹത്തെ കണ്ടപ്പോൾ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യാത്തതാണല്ലോ കാരണം. പക്ഷേ അധ്യായം ചിലതങ്ങോട്ട് മാറിയപ്പോ വചനം പറയുക,
ആര് തല കുനിക്കണമെന്ന് ശഠിച്ചുവോ, ആര് ദൈവമുള്ള ജാതി എന്റെ മുമ്പിൽ തല കുനിക്കണമെന്ന് ശഠിച്ചുവോ, അതേ ശഠിച്ചവൻ ദൈവമുള്ള ജാതിയുടെ മുമ്പിൽ തലേക്കൂടെ മുണ്ടിട്ടോണ്ട് പോയി എന്നാ വചനം പറയുന്നത്. മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ മടങ്ങി വന്നു. ഹാമാനോ ദുഃഖിതനായി തല മൂടിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ തല കുനിപ്പിക്കുമെന്ന്, നിങ്ങളെ നാണം കെടുത്തുമെന്ന്, നിങ്ങളുടെ പേര് നിങ്ങളുടെ പട്ടണത്തിൽ ഇല്ലാതാക്കുമെന്ന്, നിങ്ങളെ തേജോവധം ചെയ്യുമെന്ന്, നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന്, നിന്റെ തല കുനിച്ച് നിന്റെ മക്കളുടെ തല ഉൾപ്പെടെ കുനിച്ച് നിന്റെ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കുമെന്ന്, നിങ്ങളുടെ പേരിനെ എല്ലാം വലിച്ചു കീറുമെന്നൊക്കെ വെല്ലുവിളിക്കുന്ന ചില ഹാമാന്യ ശക്തികൾ, അതിന്റെ കൂട്ടുശക്തികൾ ഉൾപ്പെടെ യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തികൾ കത്തിപ്പോകട്ടെ. ആര് തലകുനിച്ചു? ആര് തലകുനിച്ചു? ഹാമാന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾ കുറെ ദിവസം തലകുനിച്ചിരുന്ന് കരഞ്ഞു കാണും. കുറെ ദിവസം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവിട്ട് കാണും. ഹാമാനും ഹാമാന്റെ കൂട്ടാളികളും അതിന്റെ ബലവും ഒക്കെ കണ്ടിട്ട് കുറെ ദിവസമൊക്കെ നിങ്ങൾക്ക് തല ഉയർത്താൻ പറ്റാത്ത രീതിയിൽ ഭാരം ഉണ്ടായിരുന്നതാണ്. പക്ഷെ എക്കാലം അതല്ല കേട്ടോ. അധ്യായം മാറും, അധ്യായം മാറും, അധ്യായം മാറും. എല്ലാ കാലവും എസ്തേറിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നിൽക്കത്തില്ല. അത് 3-ാമത്തെ അധ്യായമാവും, 4-ാമത്തെ അധ്യായമാവും, 5-ാമത്തെ അധ്യായമാവും. 5-ാമത്തെ അധ്യായം വരെ വിടുതൽ കണ്ടില്ല എന്ന് വരും. പക്ഷെ 4-ാമത്തെ അധ്യായത്തിൽ നീ വസ്ത്രം കീറി വെണ്ണീർ വാരി തലയെക്കൂടെ ഇട്ട് നിലവിളിച്ച് ദൈവസന്നിധി കരഞ്ഞിട്ടുണ്ടെങ്കിൽ 5-ാമത്തെ അധ്യായത്തിൽ വിടുതൽ കണ്ടില്ലെങ്കിലും 6-ാമത്തെ അധ്യായം വരുമ്പോൾ നിന്റെ മുമ്പിൽ ശത്രു മുട്ടുകുത്തും. ഞാൻ ഈ വചനം റിസീവ് ചെയ്യുകയാണ്, ഞാൻ ഈ വചനം ഡിക്ലെയർ ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്നലെ വരെ നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ മുട്ടുകുത്താത്ത ഹാമാന്യ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ മുട്ടുകുത്തട്ടെ. Oh mighty name of Jesus. അത് സംഭവിക്കട്ടെ. ആമേൻ. മുട്ടുകുത്തും, മുട്ടുകുത്തും, മുട്ടുകുത്തും. അവസാന വാക്യം ഞാൻ വായിക്കാൻ പോവാ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവാ. 9-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഒന്നെടുത്ത ദൈവമക്കൾ. 9-ാമത്തെ അധ്യായം, എസ്തേറിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വരുമ്പോൾ 3 മുതൽ വായിക്കാം. സകല സംസ്ഥാന പ്രഭുക്കന്മാർക്കും രാജപ്രതിനിധികൾക്കും ദേശാധിപതികൾക്കും രാജാവിന്റെ കാര്യക്കാരന്മാരും മൊർദെഖായിയെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നത് കൊണ്ട് യഹൂദന്മാർക്ക് സഹായം ചെയ്തു. എനിക്കത് എടുത്തു പറയണമെന്നുണ്ടേ സമയമില്ല. മൊർദെഖായി രാജധാനിയിൽ മഹാനായിരുന്നു. മൊർദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവന്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. അവന്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. മാത്രമല്ല, ഇന്നലെ വരെ മൊർദെഖായി പേടിച്ചിരുന്നവർ ഇന്ന് മൊർദെഖായി എന്ന് കേൾക്കുമ്പോൾ പേടിക്കാൻ തുടങ്ങി. കാരണം രാജാവിന് വേണ്ടപ്പെട്ട ആളായി മാറി. ഇന്നലെ വരെ മൊർദെഖായി സേവനം ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ മൊർദെഖായിക്ക് സേവനം ചെയ്യാൻ തുടങ്ങി. വചനം പറയുന്നു, മൊർദെഖായി മേൽക്കുമേൽ കീർത്തിയുള്ളവനായി മാറി. സഹോദര, ഞാനിത് താങ്കളെക്കുറിച്ചുള്ള പ്രവചന ശബ്ദമാണ് ഇന്ന് സംസാരിച്ചത്. എല്ലാ നാളും നമുക്ക് ബുദ്ധിമുട്ടും ദുഃഖവും വസ്ത്രം കീറലും വെണ്ണീർ വാരിയിട്ടുള്ള പ്രാർത്ഥനയും തലതല്ലി കരയിലും ഒന്നും അല്ല. നമ്മളെയും ദൈവം മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന കാര്യം വരും. കാര്യം ഒന്നേ ഉള്ളൂ, മൊർദെഖായിയുടെ ജീവിതം മാറാൻ. തന്നൊരു വിശ്വസ്ത സേവകനായിരുന്നു. തിമോത്തിയോസിനോട് പറയുന്ന പോലെ, നീയും മകനെ എന്നോടുകൂടെ കഷ്ടം സഹിച്ച് കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്ത ഭടനായി സേവനം അനുഷ്ഠിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കേണ്ട പോലെ നിന്നാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് ഒരുക്കും. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തനാണെന്ന് ദൈവം കണ്ടാൽ നമ്മളെയും ദൈവം മാനിക്കും. മനുഷ്യൻ നമ്മളെ മറക്കും, മനുഷ്യൻ നമ്മളെ ഉപേക്ഷിക്കും. മനുഷ്യൻ ഇന്ന് നല്ലത് പറഞ്ഞ മനുഷ്യൻ നാളെ മറ്റൊന്ന് കാണുമ്പോൾ നമ്മളെ മാറ്റി പറയും. പക്ഷേ നീയോ മകനെ, ക്രിസ്തു യേശുവിൻ്റെ ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിച്ച് വേല ചെയ്യുക. നമ്മളെ കർത്താവ് വിളിച്ചേക്കുന്നത് ചെയ്യേണ്ടത് ചെയ്യാനാ. ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് കർത്താവും ചെയ്യും. ആമേൻ. എന്നോടുകൂടെ ചേർന്ന് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിയേ. എന്നോടുകൂടെ ചേർന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ചില ഉദ്ദേശങ്ങളുണ്ട്. നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ചില ഉദ്ദേശമുണ്ട്. മൊർദെഖായി ആക്കി വെച്ചപ്പോൾ മൊർദെഖായിയുടെ മകളെ കൂടെ കണ്ടിട്ടാണ് കർത്താവ് അവിടെ കയറ്റിയതെന്ന് ഞാൻ പറയും. മൊർദെഖായി ആദ്യം അവിടെ ആക്കാൻ കാരണം മൊർദെഖായി വളർത്തിയ എസ്തേറിനെ കൂടെ കണ്ടിട്ട. നിങ്ങളെ ഒന്നും കാണാതെ കർത്താവ് ഒരിടവും കൊണ്ടുപോകത്തില്ല. ട്രസ്റ്റ് മീ, നിങ്ങളെ ഒരിടവും ഒന്നും കാണാതെ കർത്താവ് ഒരിടവും കൊണ്ടുപോകത്തില്ല. നിങ്ങളെ ഒന്നും കാണാതെ ദൈവം ഒന്നും ഏൽപ്പിക്കത്തുമില്ല. നമുക്കറിയത്തില്ല ദൈവത്തിൻ്റെ ആ പ്ലാനിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്കറിയത്തില്ല. ഇനിയും നമ്മൾ എത്രയോ ആത്മീയ തലങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ നിരാശകളും, എല്ലാ വേദനയും, എല്ലാ ഭാരവും മറന്ന് നീയോ മകനെ ക്രിസ്തു യേശുവിൻ്റെ ഭടനായി കഷ്ടം സഹിച്ച് വിശ്വസ്തയോടുകൂടെ വേല ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സഹിപ്പാനുള്ളൊരു കൃപ പരിശുദ്ധാത്മാവ് നിനക്ക് തരും. ഞാൻ ഇന്ന് ആത്മാവിൽ പറയുക, ഹാമാന്യ രേഖകൾ മാഞ്ഞു പോകുന്ന ഒരു മീറ്റിംഗായി മാറും ഇത്. ഹാമാന്യ രേഖകൾ, ഹാമാൻ ചമച്ച രേഖകൾ, ഹാമാന്റെ കൂട്ടുകാർ ചമച്ച രേഖകൾ. ഓ റബ കസിക്കറ്റലബ. നിങ്ങൾക്ക് ദോഷം വരണമെന്ന്, നിങ്ങളുടെ തലമുറകൾക്ക് ദോഷം വരണമെന്ന്, നിങ്ങളുടെ വസ്തുവകകൾക്ക് ദോഷം വരണമെന്ന് പറഞ്ഞ് ഗൂഢാലോചന നടത്തി ചെയ്ത ചില രേഖകൾ, മുദ്രകൾ, ഉടമാന ഹതുനബ രഗതകക്ഷാട അലടം ധരേകമാന അടകടകടക ശബ്ദ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മണ്ണിൽ നിന്ന് ഇത് പൊട്ടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വസ്തുവകകളുടെ മേലുള്ള സാത്താനിയ അടയാളങ്ങൾ ക്യാൻസൽ ആകുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മണ്ണിലുള്ള സാത്താനിയ അവകാശങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തീ കൊണ്ടത് കത്തി മാറട്ടെ. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഇതിനകത്തുണ്ടോ? പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഇതിനകത്തുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ആ മണ്ണിൽ സ്വസ്ഥത തരത്തില്ലെന്ന്, ആ മണ്ണിൽ നിലനിർത്തത്തില്ലെന്ന്, ആ ഇടത്ത് വസിപ്പിക്കുകയില്ലെന്ന് വാദം പിടിക്കുന്ന ദുർശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വചനത്തിന്റെ തീയിൽ ക്യാൻസൽ ആകട്ടെ. ഹാമാൻ എഴുതിച്ച രേഖ ക്യാൻസൽ ആയതുപോലെ, ഹാമാൻ എഴുതിച്ച രേഖ ക്യാൻസൽ ആക്കിയതുപോലെ യേശുവിൻ നാമത്തിൽ നിനക്ക് വിരോധമായ രേഖകൾ, എഴുത്തുകൾ, ഡോക്യുമെന്റ്സുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. അനുകൂലമായി വരേണ്ട ഡോക്യുമെന്റുകൾ യേശുവിന്റെ നാമത്തിൽ സൃഷ്ടിക്കപ്പെടട്ടെ. പോകേണ്ടത് പോകട്ടെ, വരേണ്ടത് വരട്ടെ, മാറേണ്ടത് മാറട്ടെ, ചേരേണ്ടത് ചേരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിച്ചതിനായി സ്തോത്രം. ഡാഡി, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഈ സന്ദേശം കേട്ട ഓരോ ജനത്തിൻ്റെ ജീവിതത്തിൽ ഇതൊരനുഗ്രഹമാക്കി മാറ്റണമേ. ഇവരുടെ ലൈഫ് പരിശുദ്ധാത്മാവെ ഒരനുഗ്രഹമാക്കി മാറ്റണമേ. ഇന്നിവർ ഏത് വിഷയത്തിൽ ദൈവസന്നിധിയിൽ ഒരു മൊർദെഖായി നിലവിളിക്കുന്നത് പോലെ നിലവിളിക്കുന്നു, ആ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവികാശ്വാസം അവിടുന്ന് നൽകണമേ, വിടുതൽ നൽകണമേ. ഞാനിവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഇപ്പോൾ യൂട്യൂബിലും സൂമിലും കാണുന്ന ദൈവമക്കൾക്കായി ഒരുമിച്ചാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞത്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആശീർവാദം പറയാം. നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നമ്മുടെ ഈ മീറ്റിംഗ് നടക്കുന്നു. ഒരു മുടക്കങ്ങളും കർത്താവിൻ്റെ കൃപയാൽ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും 2 നേരവും ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനലിലേക്ക് ജോയിൻ ചെയ്താട്ടെ. പരിശുദ്ധാത്മാവ് നിശ്ചയമായിട്ടും നിങ്ങളുടെ മേലുള്ള പർപ്പസ് വെളിപ്പെടുത്തിയിരിക്കും. നിങ്ങളുടെ മേലുള്ള പർപ്പസ് വെളിപ്പെടുത്തിയിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവജനത്തോടും നമ്മളെ കർത്താവ് കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട അവിടുത്തെ തിരുവെഴുത്തിനോടുകൂടെയും കർത്താവിൻ്റെ സകല വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നും അരുമനാഥനാം യേശു കർത്താവിൻ്റെ മടങ്ങി വരവുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടെ ഞാൻ
അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.